നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടെത്തണമെന്ന കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുറവിളിക്ക് നാളുകൾ ഏറെയായി. ഈ മഹാപാപത്തിൻ്റെ നിഗൂഢമായ വഴികൾ അന്വേഷിക്കുമ്പോൾ ചെന്നു നിൽക്കുന്നത് ഇപ്പോൾ തന്ത്രി രാജീവ് കണ്ഠരരുടെ അറസ്റ്റിലാണെങ്കിലും അത് കേവലം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാം. സകല അഴിമതികളുടെയും പാപഭാരം ഒരു വ്യക്തിയുടെ ചുമലിൽ അടിച്ചേൽപ്പിച്ച് ഭരണകൂടത്തിൻ്റെ തണലിൽ സുരക്ഷിതരായിരിക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ വെള്ളപൂശാനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ അറസ്റ്റ് ഒരു സുതാര്യമായ നിയമ നടപടിയേക്കാൾ ഉപരിയായി പാർട്ടിക്കും ഉന്നത നേതാക്കൾക്കും മേൽ പതിഞ്ഞിരിക്കുന്ന കറുത്ത നിഴലുകളെ മായ്ച്ചു കളയാനുള്ള ആസൂത്രിതമായിട്ടുള്ള രാഷ്ട്രീയ നാടകമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. തന്ത്രിയെ ബലിയാടാക്കി സഖാക്കൾക്ക് സുരക്ഷിത താവളമൊരുക്കുന്ന ഈ നീക്കം വിശ്വാസികളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനകൾ ഇന്ന് പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിലെ ഗൂഢലക്ഷ്യം തന്നെ ഇപ്പോൾ വ്യക്തമാകുന്നു. തന്ത്രി ദൈവതുല്യനാണെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേദവാക്യമാണെന്ന് പത്മകുമാർ എന്ന് വാദിച്ചത് കേവലമായ ഭക്തിയുടെ പുറത്തല്ലായിരുന്നു, മറിച്ച് വരാനിരിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ബോർഡ് അംഗങ്ങൾക്കും രാഷ്ട്രീയ യജമാനന്മാർക്കുമൊക്കെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള തന്ത്രമായിരുന്നു അത്. ഇനി നാളെ ഒരു അന്വേഷണം വന്നാൽ തന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള പിൻവാതിൽ പഴുതായിരുന്നു ആ വാക്കുകൾ. ഈ അഴിമതിയുടെ ആസൂത്രണം അത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നടക്കുമ്പോൾ അതിനെ നടത്തിപ്പുകാരെ സംരക്ഷിക്കാൻ മതപരമായിട്ടുള്ള അധികാര ശ്രേണിയെ മറയാക്കുന്ന നിന്ദ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ അരങ്ങേറുന്നത്. ഈ കേസിലെ പ്രതിപട്ടിക പരിശോധിച്ചാൽ തന്നെ CPMൻ്റെ ഇരട്ടത്താപ്പ് പകൽ പോലെ വ്യക്തമാകും. അത് ശബരിമലയിലെ സ്വർണം അപഹരിച്ച കേസിൽ പ്രതികളായിട്ടുള്ള പത്മകുമാറും N വാസുവും അവർ പാർട്ടിയുടെ വിശ്വസ്തരും ഭാരവാഹികളുമായിട്ട് ഇപ്പോഴും തുടരുന്നത് അത് എങ്ങനെയെന്ന ചോദ്യത്തിന് നേതൃത്വത്തിന് ഇപ്പോഴും മറുപടിയില്ല. കോടതികൾ ഇവർക്കെതിരെയുള്ള തെളിവുകൾ ഗൗരവകരമാണെന്ന് കണ്ടുകൊണ്ട് ജാമ്യാപേക്ഷകൾ ആവർത്തിച്ച് തള്ളിയിട്ടും അത് ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ CPM മടിക്കുന്നത് ഇവർക്ക് ഉന്നതങ്ങളിലുള്ള സ്വാധീനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്വർണം കവർന്നത് സഖാക്കളാണെന്ന പരിഹാസം ഇന്ന് തെരുവുകളിൽ മുഴങ്ങുന്നത് ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ്. തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം തീരുമാനങ്ങളെടുത്ത ഭരണസമിതി അംഗങ്ങളും സഖാക്കളും എങ്ങനെ നിരപരാധികളാകും എന്ന യുക്തിപരമായിട്ടുള്ള ചോദ്യത്തിന് ഭരണകൂടം ഉത്തരം നൽകേണ്ടതുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ പോലീസ് സംവിധാനത്തെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന വസ്തുത ഇന്ന് കോടതികൾക്ക് പോലും ബോധ്യമായിരിക്കുകയാണ്. വമ്പൻ സ്രാവുകളിലേക്ക് ഇത്തരത്തിൽ അന്വേഷണം എത്തുന്നില്ലെന്നും അന്വേഷണ ഏജൻസികൾ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നുവെന്നുമുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ സർക്കാരിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത വേളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം മന്ദഗതിയിലാക്കിയതെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ. കടകംപള്ളി സുരേന്ദ്രനെയും മറ്റ് ഉന്നതരെയും ചോദ്യം ചെയ്യാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കാണിക്കുന്ന വിമുഖത അത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണമല്ല, മറിച്ച് രാഷ്ട്രീയ സംരക്ഷണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ചില മാധ്യമങ്ങൾ ഇപ്പോൾ പത്മകുമാറിൻ്റെ പഴയ പ്രസ്താവനകളെ ആഘോഷിക്കുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെയാണ്. തന്ത്രി മാത്രമാണ് എല്ലാത്തിനും പിന്നിലെന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ സൂത്രധാരന്മാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ സ്വർണ്ണപ്പാളി ഏത് വ്യവസായിക്കാണ് കൈമാറിയതെന്നും അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എവിടെയാണ് നടന്നതെന്നും വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകൾ പുറത്തു വരാനുണ്ടെന്ന് പ്രതിപക്ഷം ഇപ്പോഴും അവകാശപ്പെടുന്നു. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ മന്ത്രിമാർ കോടതിയിൽ കേസ് നീട്ടിവെപ്പിക്കാൻ കാണിക്കുന്ന തന്ത്രപ്പാട് അത് ഭയത്തിൻ്റെ സൂചന തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും തണലിൽ നടന്ന ഈ കൊള്ളയിലെ എല്ലാ കണ്ണികളെയും പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്ത് കവർന്നവർ എത്ര ഉന്നതരായാലും അവർ കാലത്തിൻ്റെ നീതിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും. തന്ത്രിയെ മുൻനിർത്തി സഖാക്കളെ വെള്ളപൂശാനുള്ള ശ്രമം വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ്. ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിൻ്റെയും കണക്ക് ബോധിപ്പിക്കാൻ CPM നേതൃത്വം ഇപ്പോൾ ബാധ്യസ്ഥരാണ്. പത്മകുമാറും വാസുവും ജയിലിൽ കഴിയുമ്പോഴും അവരെ പാർട്ടി സംരക്ഷിക്കുന്നത് വിശ്വാസികളോടുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. കടകംപള്ളിയിലേക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും നീളുന്ന ഈ അന്വേഷണത്തിൻ്റെ വാതിൽ അത് എത്രയൊക്കെ കൊട്ടിയടയ്ക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ തീർച്ചയായിട്ടും പുറത്തു വരും. അയ്യപ്പൻ്റെ സ്വർണത്തിൽ കൈവച്ചവർ നിയമത്തിന് മുന്നിൽ വിറയ്ക്കുന്ന കാലം ഇനി വിദൂരമല്ല. കാരണം ഇത് കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം തന്നെയാണ്.